ഈ മരം കൊച്ചുന്ന തണുപ്പത്ത് രാവിലെ തന്നെ കൊച്ചുങ്ങളുമായിട്ട് വന്നിരിക്കുന്ന ടോയ് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടത്. ഇത്രയും പേരുടെ ക്യൂവും താണ്ടിയിട്ട് അവസാനം ഞങ്ങൾക്കും കിട്ടിയിട്ട് ടോയ് ട്രെയിനിൽ ടിക്കറ്റ്. ആ ദിവസത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ കഴിച്ചത്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല വൃത്തിക്കുള്ള ഒരു ആഹാരം കേട്ടോ ഇവിടെ നിന്ന് കിട്ടിയത്. പൊതുവേ ഊട്ടിയിൽ നിന്ന് നല്ല ആഹാരം കിട്ടുകയെന്ന് വെച്ചാൽ പാടായിരുന്നു. അങ്ങനെ കാത്തു നിൽപ്പതിനിടയിൽ നമ്മുടെ ടോയ് ട്രെയിൻ എത്തിയിട്ടുണ്ട്. ട്രെയിനിൻ്റെ മുമ്പിൽ നിന്നുള്ള കുറേ കസരത്തുകളാണ് കേട്ടോ എല്ലാവരും കാണിക്കുന്നത്. ആദ്യമായിട്ട് ടോയ് ട്രെയിൻ കണ്ടതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും അതിൽ കയറി ഇരുന്ന് സെറ്റായിട്ട് യാത്ര ആരംഭിച്ചു. അപ്പോൾ ആ ടോയ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പോകുമ്പോഴും ഒക്കെയുള്ളൊരു ഫീലിംഗ് എന്തോ നമ്മളൊരു സിനിമയിലുള്ളൊരു എന്തോ ഒരു സീൻ കാണുന്ന കണക്കത്തെ ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു കേട്ടോ. എടുത്ത് പറയേണ്ട കാഴ്ച കേട്ടോ ഈ ട്രെയിനിനകത്തിരുന്നിട്ട് പുറത്തോട്ടുള്ള കാഴ്ചകൾ, ആ നീലഗിരി മലനിരകളും കാടുകളും നമ്മുടെ തേയിലത്തോട്ടങ്ങളും വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അതിനിടയ്ക്കൊരു മനോഹരമായൊരു വീടും കണ്ട്. എടുത്തു പറയേണ്ട ഊട്ടിയിൽ ഒരേ ഒരു അനുഭവം എന്ന് വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ട ഈ ടോയ് ട്രെയിൻ യാത്രയാണ് കേട്ടോ. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തു. ഒരുപാട് ഫോട്ടോസും വീഡിയോ ഒക്കെ ആ ട്രെയിനിനകത്തിരുന്നുകൊണ്ട് എടുത്തു കേട്ടോ. എന്തായാലും എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഒരു ദിവസം എക്സ്ട്രാ ഞങ്ങളവിടെ സ്റ്റേ ചെയ്തത്. ഒരുപാട് മനോഹരമുള്ള പൂക്കളുള്ള സ്ഥലമായിട്ട് പോലും നമുക്കധികം പൂക്കളൊന്നും കാണാൻ പറ്റിയില്ല. ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കാം. എന്നാലും നമ്മുടെ ഫസ്റ്റ് ദിവസം വളരെ ശോകമായിരുന്നു. പക്ഷേ ഈ സെക്കൻഡ് ദിവസത്തെ നമ്മുടെ ഈ ടോയ് ട്രെയിൻ യാത്ര നമ്മുടെ ആ ശോകത്തെ എല്ലാം മറികടന്നു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തിരിച്ച് പിന്നീടും റിട്ടേൺ ട്രെയിൻ താമസിക്കുന്നതാണ് ഞങ്ങൾ ബസ്സിലായിട്ടോ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. ഞങ്ങളുടെ വണ്ടി അവിടെ കിടക്കുമായിരുന്നു. അങ്ങനെ ഊട്ടി ചെന്നപ്പോൾ നമ്മുടെ ബസ് യാത്രയിൽ എക്സ്പീരിയൻസും ചെയ്യാൻ പറ്റി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പേഴ്സണലി എനിക്ക് മാത്രമേ എന്തേ ഉള്ളായിരുന്നു ബസ് യാത്ര ഇഷ്ടപ്പെട്ടത്. ബാക്കി എല്ലാവരും നന്നായിട്ട് അങ്ങ് ടയേർഡായിരുന്നു കേട്ടോ. എന്തായാലും അവസാനം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളൊന്നും ഈ നിമിഷം കടന്നുപോയി.